വെൽക്കം ടു യശോധ എജു പ്ലാറ്റ്ഫോം. ഇന്ന് നമുക്ക് നോക്കാം +1 കെമിസ്ട്രിയിലെ തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എപ്പോഴും നമ്മളത് വിട്ടുകളയുന്ന പോർഷനാണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് തെർമോഡൈനമിക്സ് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന മോളിക്യൂൾസിന് അവരവരുടെ കയ്യിലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള സർട്ടൻ കെമിക്കൽ എനർജി ഉണ്ടാവും. അത് ഹീറ്റായിട്ട് റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജീനെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറ്റാം, അല്ലേ? യൂസ്ഫുൾ വർക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേരിയസ് ഫോംസ് ഓഫ് എനർജി, ഹീറ്റ് എനർജി, മറ്റ് ഫോംസ് ഓഫ് എനർജി എല്ലാത്തിൻ്റെയും കൂടി ഒരു റിലേഷനാണ് തെർമോഡൈനമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെയൊക്കെ സ്റ്റഡിയാണ് തെർമോഡൈനമിക്സിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ദ ലോസ് ഓഫ് തെർമോഡൈനമിക്സ് ഡീൽ വിത്ത് എനർജി ചേഞ്ചസ് ഓഫ് മൈക്രോസ്കോപ്പിക് സിസ്റ്റംസ് ഇൻവോൾവിംഗ് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് റാദർ ദാൻ മൈക്രോസ്കോപ്പിക് സിസ്റ്റംസ് കണ്ടെയ്നിങ് എ ഫ്യൂ മോളിക്യൂൾസ്. കുറച്ച് മോളിക്യൂൾസ് ഉള്ള മൈക്രോസ്കോപ്പിക് സിസ്റ്റം ആയാലും ഒത്തിരി മോളിക്യൂൾസ് ഉള്ള മാക്രോസ്കോപ്പിക് സിസ്റ്റം ആയാലും ഇതിലെല്ലാം വരുന്ന എനർജി ചേഞ്ചസ് ഈ തെർമോഡൈനമിക്സിൻ്റെ ലോസ് ഉണ്ട് കേട്ടോ, 3 ലോകൾ. അപ്പോൾ ഈ നിയമത്തിലൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. Thermodynamics is not concerned about how and at what rate these energy transformations are carried out. പിന്നെ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. തെർമോഡൈനമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനെ കൺസേൺ ചെയ്യുന്നതല്ല, ഹൗ ആൻഡ് അറ്റ് വാട്ട് റേറ്റ് ഓഫ് ദീസ് എനർജി ട്രാൻസ്ഫർമേഷൻസ് ആർ ക്യാരിഡ് ഔട്ട്, എത്ര റേറ്റിലാണ് അല്ലെങ്കിൽ എത്ര എനർജി ട്രാൻസ്ഫർമേഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടല്ല തെർമോഡൈനമിക്സിൽ വരുന്നത്. ബട്ട് ഈസ് ബേസ്ഡ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ഓഫ് എ സിസ്റ്റം അണ്ടർഗോയിങ് എ ചേഞ്ച്. പക്ഷേ ഇവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് തെർമോഡൈനമിക്സിൽ? ഒരു സിസ്റ്റം അതിൻ്റെ ഇനീഷ്യൽ ചേഞ്ചിൽ നിന്ന് ഫൈനൽ സ്റ്റേജിലോട്ട്, അല്ലെ, ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ഉണ്ടാവുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്ന ആ ചേഞ്ചസ്, അതിൻ്റെ ബേസിസിലൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റുകൾ, അതിനകത്ത് നടക്കുന്ന ചേഞ്ചസിനെയാണ് തെർമോഡൈനമിക്സിൽ ഊന്നൽ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ ലോസ് ഓഫ് തെർമോഡൈനമിക്സ് അപ്ലൈ ഓൺലി വെൻ എ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം ഓർ മൂവ്സ് ഫ്രം വൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ടു അനദർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തെർമോഡൈനമിക്സിൽ ലോകളുണ്ട്, അല്ലേ, നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ ആർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ നിന്ന് മറ്റൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് മാറുമ്പോഴോ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് ലോസ് ഓഫ് തെർമോഡൈനമിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. Macroscopic properties like pressure and temperature do not change with the time for a system in equilibrium state. In this unit, we would like to answer some of the important questions through thermodynamics. Okay, അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ഇനി വരുന്നത് തെർമോഡൈനമിക് ടേംസ് ആണ്. ഓക്കെ, കുറച്ച് ടേംസുകളുണ്ട് തെർമോഡൈനമിക്സിൽ. ഒന്നാമത്തേത് സിസ്റ്റവും രണ്ടാമത്തേത് സറൗണ്ടിങ്സ്. ഓക്കെ, ആദ്യം നമുക്ക് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് നോക്കാം. So, a system in thermodynamics refers to that part of universe in which observations are made and remaining universe constitute the surroundings. നമ്മൾ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ തെർമോഡൈനമിക്സിൽ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെ നിന്നാണോ ഒബ്സർവേഷൻസ്, യൂണിവേഴ്സിൽ നമ്മളൊരു ചെറിയൊരു ഏരിയയിൽ നിന്ന് കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ടാക്കുന്ന ഭാഗം ഉണ്ടാവില്ല, അതിനെ നമ്മൾ സിസ്റ്റം എന്നും, ബാക്കി ആ ഒബ്സർവേഷൻസ് എടുക്കുന്നതിൻ്റെ ചുറ്റിലായിട്ട് കാണുന്ന ബാക്കി യൂണിവേഴ്സിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ സറൗണ്ടിങ് എന്നാണ് പറയുന്നത്. ദ സറൗണ്ടിങ്സ് ഇൻക്ലൂഡ് എവറിത്തിങ് അതർ ദാൻ ദി സിസ്റ്റം. മനസ്സിലായോ? സിസ്റ്റം ഒഴികെയുള്ള ബാക്കി എല്ലാ പോർഷനും സറൗണ്ടിങ് ആയിട്ട് പറയാം. സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ യൂണിവേഴ്സ്. അതായത് ദ യൂണിവേഴ്സ് ഇസ് ഈക്വൽ ടു ദ സിസ്റ്റം പ്ലസ് ദ സറൗണ്ടിങ്സ്. ഇത്രയും കിട്ടിയല്ലോ, നമുക്ക് ടേംസ് മാത്രം നോക്കി പോവാം. പിന്നെ ഇനി പറയുന്നത് it is necessary to think of the system as separated from the surroundings by some sort of wall, which may be real or imaginary. The wall that separates the system from the surroundings is called boundary. അപ്പോൾ നമ്മളിപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും പറഞ്ഞു, ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സിലെ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങിനെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഒന്നുകിൽ റിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടോ ഉള്ളൊരു വാൾ ഉണ്ടാവും. ആ വാളിനെ പറയുന്ന ആ ഒരു ബൗണ്ടറി പോലെ, അല്ലേ, അതിനെ പറയുന്ന നെയിമാണ് എന്ത്? ആ ടേമാണ് ബൗണ്ടറി എന്ന് പറയും. സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാളിനെയാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സിസ്റ്റം നോക്കാം. അപ്പോൾ നമ്മൾ സിസ്റ്റവും സറൗണ്ടിങ്സും ആണ് പറഞ്ഞത്. നമുക്കിനി ഇതിൽ വർക്ക് എവിടെയാണ് നടക്കുന്നത്? സിസ്റ്റത്തിലാണ്, അല്ലേ? സോ നമ്മൾ സിസ്റ്റത്തിനെയാണ് നമ്മളിനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്.
സോ ടൈപ്സ് ഓഫ് സിസ്റ്റത്തിൽ എത്രയായിട്ട് തിരിക്കാം? ഓപ്പൺ സിസ്റ്റം എന്നും ക്ലോസ്ഡ് സിസ്റ്റം എന്നും. ഓക്കെ, ഓപ്പൺ സിസ്റ്റം എന്നും അതുപോലെ ക്ലോസ്ഡ് സിസ്റ്റം എന്നുമാണ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ മൂവ്മെന്റ്സ് ഓഫ് മാറ്റർ ആൻഡ് എനർജി ഇൻ ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം. എങ്ങനെയാണ് വി ഫർദർ ക്ലാസിഫൈ ദ സിസ്റ്റംസ്? സിസ്റ്റത്തിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദ മൂവ്മെന്റ്സ് ഓഫ് മാറ്റർ ആൻഡ് എനർജി. എനർജിയും അതുപോലെ മാറ്ററിൻ്റെയും മൂവ്മെൻറ്റിൻ്റെ ബേസിലാണ് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവരെങ്ങോട്ടാണ്? ഇൻ ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന, നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള പോർഷനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ അകത്തോട്ടോ ഓക്കെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തോട്ടോ ഉള്ള എനർജിയുടെയോ മാറ്ററിൻ്റെയോ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിസ്റ്റം എന്നും ക്ലോസ്ഡ് സിസ്റ്റം എന്നും. ഓപ്പൺ സിസ്റ്റം, ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. മനസ്സിലായോ? ഓപ്പൺ സിസ്റ്റത്തിനകത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഹോട്ട് വാട്ടർ നമ്മൾ ഒരു ഓപ്പൺ വെസലിൽ വെച്ചിരിക്കുകയാണ്. സോ ഇവിടെ എന്ത് പറ്റും? ഇവിടെ കുറേ മാറ്ററും എക്സ്ചേഞ്ച് ആവും. അത് മാറ്ററും എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്, അതുപോലെ എനർജിയും എക്സ്ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. സോ ഇത് നമുക്ക് പറയാം ഒരു ഓപ്പൺ സിസ്റ്റം ആണെന്ന് പറയാം. അടുത്ത ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും? ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ബട്ട് എക്സ്ചേഞ്ച് ഓഫ് എനർജി ഈസ് പോസിബിൾ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. എഗെയിൻ നമ്മൾ ചൂടുവെള്ളം എടുത്ത് വയ്ക്കുകയാണ്. ഓക്കെ, ചൂടുവെള്ളം എടുത്ത് വയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ സിസ്റ്റത്തിനെ ക്ലോസ്ഡ് ആക്കിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മാറ്ററിന് പുറത്ത് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ, മാറ്ററിന് പുറത്ത് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ എനർജി, ആ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് പയ്യെ സൈഡിൽ കൂടെയൊക്കെ അങ്ങ് ചുറ്റിലൂടെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാറ്റർ എക്സ്ചേഞ്ച് ആവുന്നില്ല, എനർജി മാത്രമേ എക്സ്ചേഞ്ച് ആവുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി ഓർ മാറ്റർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഇപ്പം നമ്മൾ എടുത്ത ഈ ചൂടുവെള്ളം ഒരു തെർമോസ് ഫ്ലാസ്കിലാണ്, നല്ല ടൈറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു തെർമോസ് ഫ്ലാസ്കിലാണെങ്കിൽ ഇവിടെ എന്ത് പറ്റും? ഇതിൻ്റെ ഫുള്ള് കോട്ടിംഗ് ആണല്ലേ. സോ ഇവിടെ എനർജി എക്സ്ചേഞ്ച് ആവുന്നില്ല, മാറ്ററും എക്സ്ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, എനർജിയും നമ്മുടെ മാറ്ററും അങ്ങനെ തന്നെ നിൽക്കും, അതുപോലെ എനർജിയും എക്സ്ചേഞ്ച് ആവുന്നില്ല, അതെല്ലാവരും ഇവിടെ തന്നെ തങ്ങി നിൽക്കും. സോ ഇതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ഇനി നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ പറ്റി പറയാനുണ്ട്. The system must be described in order to make any useful calculations by specifying quantitatively each of the properties such as its pressure, volume, temperature as well as the composition of the system. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കുറച്ച് വേരിയബിൾസ് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രഷർ വേരിയബിൾ, വോളിയം, ടെമ്പറേച്ചർ, പിന്നെ മറ്റു അതിൻ്റെ കമ്പോസിഷൻസ്. സോ ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റ് എന്താണെന്നുള്ളത് കാൽക്കുലേഷൻ, അതിനെപ്പറ്റി പറയുമ്പോൾ വരുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ വി സ്പെസിഫൈ ദ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ബൈ സ്റ്റേറ്റ് ഫങ്ഷൻസ് ഓർ സ്റ്റേറ്റ് വേരിയബിൾസ്. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾസ് യൂസ് ചെയ്യും. ഓക്കെ, അതായത് ദ സ്റ്റേറ്റ് ഓഫ് എ തെർമോഡൈനമിക് സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇറ്റ്സ് മെഷറബിൾ ഓർ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്. മനസ്സിലായോ? ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ മെഷറബിൾ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് തെർമോഡൈനമിക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പറയുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വി ക്യാൻ ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് ബൈ കോട്ടിങ് ഇറ്റ്സ് എ പ്രഷർ. ഓക്കെ, ഒരു ഗ്യാസിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ എന്തൊക്കെ കോട്ട് ചെയ്തിട്ട്? അവരുടെ പ്രഷർ വെച്ചിട്ട് പറയാം, വോളിയം വെച്ചിട്ട് പറയാം, ടെമ്പറേച്ചർ വെച്ചിട്ട് പറയാം, എമൗണ്ട് വെച്ചിട്ടും പറയാം അല്ലേ. അതുകൊണ്ട് തന്നെ വേരിയബിൾസ് ലൈക്ക് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആർ കോൾഡ് സ്റ്റേറ്റ് വേരിയബിൾസ് ഓർ സ്റ്റേറ്റ് ഫങ്ഷൻസ് ബിക്കോസ് their values depend only on the state of the system and not on how it is reached. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ സ്റ്റേറ്റ് ഫംഗ്ഷനിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾസിലോട്ടാണ് പോകുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിൽ ഒരു സിസ്റ്റത്തിനെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന വേരിയബിൾസ് വെച്ചിട്ട്. പിന്നെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് their values depend only on the state of the system and not on how it is reached. മനസ്സിലായോ? അവരുടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ മാത്രമേ ഇവരുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അവിടുത്തെ എന്തിനെയൊന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണ് ആ സിസ്റ്റം ആ ഒരു പോയിന്റിൽ റീച്ച് ആയത് അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അതായത് അതിൻ്റെ പാത്തിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഫങ്ഷൻ.
ഇനി പറയുന്നത് പ്രോപ്പർട്ടീസ് ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഓഫ് ദി ഫംഗ്ഷൻ ദെൻ ദറ്റ് ഈസ് കോൾഡ് പാത്ത് ഫംഗ്ഷൻ അല്ലെങ്കിൽ പാത്ത് വേരിയബിൾസ്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേറ്റ് വേരിയബിൾസ് എന്താണ്? അതിൻ്റെ വാല്യൂസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ സ്റ്റേറ്റിനെയാണ്, അല്ലാതെ അവരുടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവർ ഫോളോ ചെയ്ത ആ പാത്ത് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും ഈ പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ പാത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, പാത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്? ദ പാത്ത് വിച്ച് എന്താണ് ഈ ഒരു സിസ്റ്റം അണ്ടർഗോസ്. അപ്പോൾ ഇതിലെ സ്റ്റേറ്റ് ഫങ്ഷൻസിന് എക്സാമ്പിൾ നമുക്ക് പറയാം ടെമ്പറേച്ചർ, പ്രഷർ, പിന്നെ വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, അതുപോലെ എൻട്രോപ്പി, പിന്നെ ഗിബ്സ് എനർജി, ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷനിൽ പറയാം. പാത്ത് ഫംഗ്ഷനിൽ വരുന്ന എക്സാമ്പിൾ ഹീറ്റ് എനർജി, പിന്നെ വർക്ക്, ഇത് രണ്ടുമാണ് പാത്ത് ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ ഓരോ നമ്മളിപ്പോൾ വേരിയബിൾസ് പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് നമ്മളിപ്പോൾ ഓരോ ഫംഗ്ഷൻ എടുക്കുമ്പോഴും അവരിതിലിങ്ങനെ ദ ഇൻറ്റേർണൽ എനർജി ആസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇൻറ്റേർണൽ എനർജി യു എന്ന് പറയുന്നതിന് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനായിട്ട് അവർ എന്താണ് എങ്ങനെ മാറ്റുന്നു എന്നുള്ള അല്ലേ, എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള എന്താണ് കുറച്ച് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, പക്ഷേ ഇവിടെ വരുന്ന കുറച്ച് ടേംസുകളുണ്ട്, അത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? മെയിനായിട്ട് എക്സാമ്പിൾ എന്തായാലും പഠിക്കണം. സ്റ്റേറ്റ് ഫംഗ്ഷൻസിൽ വരുന്ന എക്സാമ്പിൾസ് ഇത്രയും പഠിച്ചു വയ്ക്കുക. അതിലൊന്നാണ് ഇൻറ്റേർണൽ എനർജി എന്നുള്ളത് അറിയാം. ഇനി ഇൻറ്റേർണൽ എനർജി എങ്ങനെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയി എന്ന് പറയുന്നതാണ് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ. നമുക്ക് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാം. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? ഒരു സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എനർജീസും, അതിനകത്ത് വരുന്ന കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, എന്ത് ടൈപ്പ് എനർജി ചേഞ്ചസും വന്നോട്ടെ അവരെല്ലാവരെയും ചേർത്തിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ദ സം ഓഫ് ഓൾ ദീസ് ഈസ് ദി എനർജി ഓഫ് ദി സിസ്റ്റം. ഇൻ തെർമോഡൈനമിക്സ് വി കോൾ ഇറ്റ് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി യു ഓഫ് ദി സിസ്റ്റം. ഇനി ഇൻറ്റേർണൽ എനർജി യുവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ബൈ ഹീറ്റ് പാസസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ അകത്തോട്ടോ പുറത്തോട്ടോ ഹീറ്റ് എക്സ്ചേഞ്ച് ആവുകയാണെങ്കിൽ അതുവഴി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും. രണ്ട്, വർക്ക് ഈസ് ഡൺ ഓൺ ഓർ ബൈ ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് വർക്ക് നടക്കുകയോ അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും. അടുത്തത്, മാറ്റർ എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. മാറ്റർ സിസ്റ്റത്തിനകത്തോട്ട് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ലീവ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിലും എന്ത് പറ്റും? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും. സോ ഇതിൻ്റെ ബേസിലാണ് ഇനി അങ്ങോട്ട് എങ്ങനെ ഇൻറ്റേർണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയി എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലെ വർക്കിൻ്റെ കാര്യം നോക്കാം. ഇവിടെ എടുക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് അഡയബാറ്റിക് സിസ്റ്റമാണ്. ഓക്കെ, അഡയബാറ്റിക് സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് വർക്കിൻ്റെ കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ അഡയബാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ഒന്നും നടക്കാത്ത സിസ്റ്റമാണ്. അതായത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല. ആ ഒരു സിസ്റ്റത്തിനാണ് അഡയബാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ടാണ്, ഈ ഒരു എൻവയോൺമെൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വർക്കിൻ്റെ കാര്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വർക്ക് അഡയബാറ്റിക് വർക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സോ നമ്മളെന്താണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എനർജീനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻറ്റേർണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും ബൈ ഡൂയിങ് മെക്കാനിക്കൽ വർക്ക് ആവാം, അല്ലെങ്കിൽ ബൈ ഡൂയിങ് ഇലക്ട്രിക്കൽ വർക്ക് ആവാം. ഏതെങ്കിലും രീതിയിലുള്ള വർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ ആയിട്ടുണ്ട്. ഡെൽറ്റ യു എന്ന് പറയുന്നത് അവരുടെ ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജിയിൽ നിന്ന് ഫൈനൽ ഇൻറ്റേർണൽ എനർജി വ്യത്യാസമായിട്ട് വന്നു. അതുപോലെ ഇലക്ട്രിക്കൽ വർക്ക് കൊടുത്തപ്പോഴും ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി ഫൈനൽ ഇൻറ്റേർണൽ എനർജി ഡിഫറെൻ്റ് ആയിട്ട് വന്നു. സോ അതിൽ നിന്ന് അവർ മനസ്സിലായി ഇവരുടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇൻറ്റേർണൽ എനർജി, ജസ്റ്റ് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്ന് അവരൊരു ഇക്വേഷൻ പറഞ്ഞു വരികയാണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു യു ടി മൈനസ് U1 വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക് അഡയബാറ്റിക്. ഇവിടെ ഉണ്ടായ അഡയബാറ്റിക് വർക്കാണ് ഡെൽറ്റ യു എന്ന് പറയുന്നത്.
Therefore, internal energy U of the system is a state function. അതുകൊണ്ട് ഇന്റർണൽ എനർജി യു എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ ആവശ്യമുണ്ട്, പിന്നെ ഇവിടുത്തെ കണ്ടീഷൻസ് നോക്കി വയ്ക്കുക. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈ അഡയബാറ്റിക്സ് വർക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിലെ സൈനുകളൊന്ന് നോക്കി വയ്ക്കുക, ചിഹ്നങ്ങൾ നോക്കുക. ദ പോസിറ്റീവ് സൈൻ എക്സ്പ്രസസ് ദാറ്റ് വർക്ക് എ ഡി എന്ന് ഉദ്ദേശിക്കുന്ന വർക്ക് അഡയബാറ്റിക് വർക്കാണ്. ദ സൈൻ പോസിറ്റീവ് എക്സ്പ്രസസ് ദാറ്റ് work is positive when work is done on the system. ഓക്കെ, വർക്ക് പോസിറ്റീവ് ആണ്, W പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റത്തിനെയാണ് നമ്മൾ വർക്ക് പോസിറ്റീവ് എന്ന് കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരും കേട്ടോ. അടുത്ത ആൻഡ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. അതുപോലെ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി എന്താണ്, നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ വർക്ക് ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവ്, വർക്ക് ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ്. സോ ഈ സയൻസ് ഓർത്ത് വയ്ക്കുക. അതിനനുസരിച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അതിനനുസരിച്ച് ഇൻറ്റേർണൽ എനർജിയിലും വ്യത്യാസം വരും. ഇപ്പോൾ പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് വർക്ക് ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അവർ ഹീറ്റിൻ്റെ എക്സ്ചേഞ്ച് വെച്ചിട്ട് എങ്ങനെ ഇൻറ്റേർണൽ എനർജി വ്യത്യാസപ്പെടും എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവരിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും, ഹീറ്റ് പാസ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം, തെർമലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വാൾസ് ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കും. മറ്റിടത്ത് നമ്മൾ അഡയബാറ്റിക് വാൾസ് ആണ് യൂസ് ചെയ്തത്, കാരണം നമുക്ക് അവിടെ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ആവാൻ പാടില്ല. ഇവിടെ നമുക്ക് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ആയിക്കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് തെർമലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വാൾസ് ആണ്. അപ്പോൾ ഇവിടെയും അതുപോലെ അദ്ദേഹത്തിന് ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട് എന്താണ്, ടെമ്പറേച്ചർ ചേഞ്ച് കാരണം, ദാറ്റ് മീൻസ് ക്യൂ ചേഞ്ച് ആവുന്നത് കാരണം ഇവിടെ എന്താണ്, ഇന്റേണൽ എനർജി ചേഞ്ച് ആവുന്നുണ്ട്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യൂ. എപ്പോഴാണ്, വെൻ നോ വർക്ക് ഈസ് ഡൺ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല. ആ സമയത്ത് ഇവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, എന്താണ്, ഇന്റേണൽ എനർജിയുടെ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് ക്യൂവിൻ്റെ ചിഹ്നം നോക്കി വയ്ക്കാനുണ്ട്. ഓക്കെ, ഇത്രയും ഒരു സംഭവം പഠിച്ചു വയ്ക്കണം. ദ ക്യൂ ഈസ് പോസിറ്റീവ്. എപ്പോഴാണ് ക്യൂ പോസിറ്റീവ് വന്നത്, വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സറൗണ്ടിങ്സ് ടു ദ സിസ്റ്റം ആണെങ്കിൽ, ടു സിസ്റ്റം ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ്. ഇനി ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവുന്നത് എപ്പോഴെന്ന് അറിയാമോ, ക്യൂ ഈസ് നെഗറ്റീവ് വെൻ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സിസ്റ്റത്തിൽ നിന്ന് എന്താണ്, ഹീറ്റ് എക്സ്ചേഞ്ച് ആകുമ്പോഴത്തേക്കും, അതായത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലോട്ട് ഹീറ്റ് പോകുമ്പോൾ ക്യൂ നെഗറ്റീവും, സിസ്റ്റത്തിലോട്ട് ഹീറ്റ് വരുമ്പോൾ ക്യൂ പോസിറ്റീവ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പോസിറ്റീവ് ക്യൂ ആണെങ്കിൽ എന്ത് പറ്റും, ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് ക്യൂ ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് അതിൽ വരുന്ന എന്താണ് നമ്മുടെ ചിഹ്നങ്ങളുടെ കാര്യം പറയേണ്ടത്. അപ്പോൾ ആ ചിഹ്നങ്ങൾ എന്നുള്ളത് അത് അങ്ങനെ തന്നെ ഒന്നുകിൽ നമുക്ക് പ്രോബ്ലം ആയിട്ട് വരാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. സോ അവിടെയൊക്കെ നമുക്കത് ഉപകരിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്കിനി ഒരു ഇക്വേഷൻ പറഞ്ഞു വരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഹീറ്റും വർക്കും വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതനുസരിച്ചിട്ട് ഡെൽറ്റ യു ചേഞ്ച് ആവുന്നുണ്ട്. സോ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ കൊടുക്കാം. ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ചേഞ്ച്, പിന്നെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് എനർജി, ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നല്ലോ, ഒരു ഇക്വേഷൻ കൊണ്ടുവന്നല്ലോ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ള ഇക്വേഷൻ. ഇതിനെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഇനി അതായത് അതിൻ്റെ മറ്റൊരു ഡെഫിനേഷൻ എന്താണ്, ദ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോമൺലി സ്റ്റേറ്റഡ് ആസ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ദാറ്റ് ഈസ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എങ്ങനെ പറയാം, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയാം. 2, എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. 3, കൺസർവേഷൻ ഓഫ് എനർജി, ദാറ്റ് മീൻസ് എന്താണ്, എനർജീനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ആണ്. ഇത് നമ്മൾ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറ്റ് എനർജി, ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും MCQs ഇവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചിഹ്നങ്ങളൊക്കെ നോക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് തന്നെ നോക്കാം. എക്സ്പ്രസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, നമുക്ക് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ചോദ്യം, നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ഫ്രം ദി സറൗണ്ടിങ്സ്.
ഓക്കെ, സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല, അപ്പോൾ ഹീറ്റ് എവിടെ 0 ആണ്. ബട്ട് വർക്ക് ഡബ്ല്യു ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം, സിസ്റ്റത്തിലോട്ട് വർക്ക് നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് വർക്ക് എന്താണ് ഇവിടെ പോസിറ്റീവ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ദ വാൾ ഡസ് ദ സിസ്റ്റം ഹാസ്? ക്യൂ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ടൈപ്പ് ആയിരിക്കും? അഡയബാറ്റിക് വാൾ ആയിരിക്കും അല്ലേ? ദാറ്റ് ഈസ് അഡയബാറ്റിക് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. സോ ഇവിടെ നമുക്ക് ക്യൂ 0 അല്ലേ, ദാറ്റ് മീൻസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് അഡയബാറ്റിക് വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ വാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് അഡയബാറ്റിക് സിസ്റ്റമാണ്. ഓക്കെ, ഇവിടുത്തെ വാട്ട് ടൈപ്പ് ഓഫ് വാൾ ആണ് ചോദിച്ചിട്ടുള്ളത്, ദാറ്റ് മീൻസ് അഡയബാറ്റിക് വാൾ. അടുത്ത ക്വസ്റ്റ്യൻ, നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. വർക്ക് സിസ്റ്റത്തിൽ നടക്കുന്നില്ല, 0. ബട്ട് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദി സിസ്റ്റം. ക്യൂ എന്താണ്? ഇവിടെ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റിനെ എടുക്കുന്നുണ്ട്. സോ ക്യൂ ഈസ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ. സോ ഡബ്ല്യു 0 ആണ്, ദാറ്റ് മീൻസ് നമുക്ക് മൈനസ് ക്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടൈപ്പ് ഓഫ് വാൾ എന്തായിരിക്കും? ഇവിടെ ഹീറ്റ് എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലേ. സോ തെർമലി കണ്ടക്റ്റിംഗ് വാൾ ആണ് ഇവിടെ വരുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം, സോ ഡബ്ല്യു ഈസ് നെഗറ്റീവ്. ആൻഡ് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു ദ സിസ്റ്റം. ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് സിസ്റ്റത്തിലോട്ട് സപ്ലൈ ആണ്, ദാറ്റ് മീൻസ് ക്യൂ ഇസ് ഈക്വൽ ടു പോസിറ്റീവ്. വാട്ട് ടൈപ്പ് ഓഫ് സിസ്റ്റം ഇറ്റ് വുഡ് ബി? ദാറ്റ് മീൻസ് എന്താണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു നമുക്ക് നമ്മുടെ ഇക്വേഷൻ ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഇവിടെ ക്യൂ ഡബ്ല്യുവിൻ്റെ വാല്യൂ മൈനസ് ആണ്. സോ ക്യൂ മൈനസ് ഡബ്ല്യു, ഡെൽറ്റ യു ഈസിക്കൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് ഇവിടെ നിന്നുള്ള പ്രോബ്ലംസും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പോകുന്നത്.